വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വൈദ്യുത പദ്ധതികളെ കുറിച്ചാണ് കേട്ടോ. വൈദ്യുത പദ്ധതികൾ പറയുമ്പോൾ ജലത്തിൽ നിന്നുള്ളത്, താപത്തിൽ നിന്നുള്ളത്, കാറ്റിൽ നിന്നുള്ളത്, തിരമാലയിൽ നിന്നുള്ളത് ഓരോന്നും 1 by 1 ആയിട്ട് നമുക്ക് പഠിക്കണം. ആദ്യം തന്നെ ജലവൈദ്യുത പദ്ധതികൾ നമുക്ക് പഠിക്കാം. കേരളത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ജില്ലയാണ് ഏത്? ഇടുക്കി ജില്ല എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിന്റെ പവർ ഹൗസ് ആണ് ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി എന്ന് പറയുന്നത് പെരിയാർ നദിയാണ്. നദികളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ട്. നദികളുടെ ക്ലാസ് കേൾക്കാത്ത കുട്ടികളാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ഓരോ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പഠിക്കുകയാണ്. കേരളത്തിൽ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് നമ്മൾ പറയുക. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. 1940 പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ് നമ്മുടെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ നിലവിൽ വരുന്നത്. ഈ സമയത്ത്, അതായത് ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ആയിരുന്നു ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയല്ലേ. അതുകൊണ്ട് അതൊന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി ശരിക്കും പറയുകയാണെങ്കിൽ പള്ളിവാസൽ 1900 പ്രൈവറ്റ് ആവശ്യത്തിന് കണ്ണൻദേവൻ കമ്പനി തുടങ്ങിയതാണ്. പിന്നീട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായി ഇത് നിലവിൽ വന്നത് 1940-ലാണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിൽ തന്നെയാണ്. അതിന്റെ പേര് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എന്നാണ്. അതും ഏത് നദിയിൽ തന്നെയാണ്? മുതിരപ്പുഴയിൽ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ചെങ്കുളം പദ്ധതി ഇടുക്കി ജില്ലയിലാണ്, മുതിരപ്പുഴയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നാ ചോദിക്കണേ വെച്ചാൽ ഉത്തരം നമ്മൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പറയും. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്നാ ചോദിക്കണേ വെച്ചാൽ നമ്മൾ ഇടുക്കി ജലവൈദ്യുത പദ്ധതി എന്ന് പറയും. 780 മെഗാവാട്ടാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ശേഷി. പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. 780 മെഗാവാട്ടാണ്. ഇത് പെരിയാർ നദിയിൽ തന്നെയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പൊ ഇടുക്കി ജലവൈദ്യുത പദ്ധതി ആരംഭിക്കാൻ സഹായം നൽകിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കാനഡയാണെന്ന് പറയും. നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയുടെ പേര് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി എന്നാണ്. ശബരിമല, ശബരിഗിരി അങ്ങനെ ഓർക്കുമ്പോൾ തന്നെ പത്തനംതിട്ട ജില്ലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പമ്പ, കക്കി നദികളിലായിട്ടാണ് ഈ പദ്ധതി നിലനിൽക്കുന്നത്. പമ്പ, കക്കി നദികളിലാണ്. ഇനി കേരളത്തില് ഈ പദ്ധതികളൊക്കെ ജലവൈദ്യുത പദ്ധതികളാണ്. എല്ലാം തന്നെ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാപനമാണ് ഏത്? KSEB എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെ, KSEB. ഈ KSEB വന്ന വർഷം പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. 1957 മാർച്ച് 31 KSEB നിലവിൽ വന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്ത് വൈദ്യുതി ഭവനാണ് KSEBയുടെ ആസ്ഥാനം. തിരുവനന്തപുരം ജില്ലയിൽ പട്ടത്ത് വൈദ്യുതി ഭവനാണ് KSEBയുടെ ആസ്ഥാനം. അടുത്തതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഒരുമ. KSEBയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് എന്ത്? ഒരുമ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇതൊക്കെ നമ്മൾ KSEBയുടെ കീഴിലുള്ള വൈദ്യുത പദ്ധതികളാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 3 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് മണിയാർ, കുത്തുങ്കൽ, ഉള്ളുങ്കൽ തുടങ്ങിയവ. ഏതൊക്കെയാണ്? മണിയാർ, കുത്തുങ്കൽ, ഉള്ളുങ്കൽ തുടങ്ങിയവ. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കേരളത്തിലെ ആദ്യ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയുടെ പേരാണ് മണിയാർ. ഇത് പത്തനംതിട്ട ജില്ലയിലാണ്. പമ്പ നദിയിലാണെന്ന് ഉത്തരം വരാറുണ്ട്. അല്ലെങ്കിൽ മണിയാർ എന്ന് കാണുകയാണെങ്കിലും ശരിയാണ്. പമ്പയുടെ പോഷക നദിയാണ്. അപ്പൊ പമ്പ പറഞ്ഞാലും മണിയാർ പറഞ്ഞാലും ശരി തന്നെയാണ്. അപ്പൊ രണ്ടും കൂടെ ഒരുമിച്ച് വരില്ല. ഒന്നില്ലെങ്കിൽ പമ്പ അല്ലെങ്കിൽ പമ്പയുടെ പോഷക നദിയായ മണിയാർ കേട്ടോ. ഇനി ഈ 3 ജലവൈദ്യുത പദ്ധതികൾ സ്വകാര്യ പദ്ധതികൾ ഉള്ളത്. അതിൽ വലുത് കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലാണ്, പന്നിയാർ നദിയിലാണ്. വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കലാണ്, ഇടുക്കി ജില്ലയിലാണ്, പന്നിയാർ നദിയിലാണ്. ഇനി മൂന്നാമത്തത് ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി. അത് പത്തനംതിട്ട ജില്ലയിലാണ്, കക്കാട് നദിയിലാണ്. ഉള്ളുങ്കല് പത്തനംതിട്ട ജില്ലയിലാണ്, കക്കാട് നദിയിലാണ്. അപ്പൊ KSEBയുടെ കീഴിലല്ലാതെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ് 3 നമ്മൾ പറഞ്ഞത്. ഒന്ന്, കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയായ മണിയാർ പത്തനംതിട്ട ജില്ലയിൽ പമ്പ നദിയിൽ അല്ലെങ്കിൽ മണിയാറിൽ കാണപ്പെടുന്നു. രണ്ടാമത്തെ വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയായ കുത്തുങ്കൽ ഇടുക്കി ജില്ലയിൽ പന്നിയാർ നദിയിൽ കാണപ്പെടുന്നു. ഇനി അടുത്തത് ഉള്ളുങ്കൽ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട ജില്ലയിൽ കക്കാട് നദിയിൽ കാണപ്പെടുന്നു കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കൂ.
കേരളത്തിലെ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കോർപ്പറേഷൻ ഏതാണ്? കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന കോർപ്പറേഷൻ തൃശ്ശൂർ. ഇനി ഒരു ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. മീൻവല്ലമാണ്, തൂതപ്പുഴയിലാണ്. പാലക്കാട് ജില്ലയിലെ മീൻവല്ലം തൂതപ്പുഴയിലാണ്. ഇനി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ സ്വന്തമായി വൈദ്യുതി ഉൽപാദനം നടത്തുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ മാങ്കുളം പഞ്ചായത്താണ്. ഇടുക്കി ജില്ലയിൽ മാങ്കുളം പഞ്ചായത്താണ് കേട്ടോ. ഇനി മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി, കുറെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയുടെ പേര് കുറ്റ്യാടി. എവിടെയത്? കോഴിക്കോട് ജില്ല. അടുത്തത് ഉറുമി ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? അതും കോഴിക്കോട് തന്നെയാണ്. അതിന്റെ പ്രത്യേകത ചൈനയുടെ സഹായത്തോടു കൂടി നമ്മൾ ആരംഭിച്ചതാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി. ഇനി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം, കുറേയധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം എവിടെയാണ്? മൂലമറ്റം. മൂലമറ്റം എവിടെയത്? ഇടുക്കി ജില്ല. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം മൂലമറ്റം എവിടെയാണ്? ഇടുക്കി ജില്ല. ശ്രദ്ധിക്കൂ, വൈദ്യുതി വിതരണം നടത്തുന്ന കോർപ്പറേഷൻ തൃശ്ശൂര്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പാലക്കാട് മീൻവല്ലം, അടുത്ത ഗ്രാമപഞ്ചായത്ത് ഇടുക്കി മാങ്കുളം. ഇനി അടുത്തത് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി കോഴിക്കോട്. ഉറുമി പദ്ധതിയും എവിടെ തന്നെയാണ്? കോഴിക്കോട് തന്നെയാണ്. ചൈനയുടെ സഹായത്തോടു കൂടി ആരംഭിച്ചു. ഇനി ഭൂഗർഭ ജലവൈദ്യുതി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം എന്ന് പറയുന്നത് മൂലമറ്റാണ്. അത് ഇവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ. കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയത്തിന്റെ പേര് കായംകുളം താപവൈദ്യുത നിലയം എന്നാണ്. അത് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്താണ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്ട് എന്നാണ് അതിന്റെ ശരിയായ പേര്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്ട് എന്നാണ് ശരിയായ പേര്. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. 350 മെഗാവാട്ടാണ് അവരുടെ സ്ഥാപിത ശേഷി. 350 മെഗാവാട്ടാണ് കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ സ്ഥാപക ശേഷി. അടുത്തത് ബ്രഹ്മപുരത്ത് ഒരു താപവൈദ്യുത നിലയമുണ്ട്. അവിടുത്തെ ഇന്ധനം ഡീസലാണ്. അപ്പൊ ബ്രഹ്മപുരം എറണാകുളം ജില്ലയിലാണ്. ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയമാണ് ഏത്? ബ്രഹ്മപുരം. നെക്സ്റ്റ് വൺ നല്ലളത്തുണ്ട്. നല്ലളത്തും ഡീസൽ തന്നെയാണ്. നല്ലളത്ത് താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഡീസൽ തന്നെയാണ്. കോഴിക്കോട് ജില്ലയിലാണ്. ആ ഡീസലിന് വലുത് ഏതാണ്? നല്ലളാണ്. അപ്പോ ബ്രഹ്മപുരവും നല്ലളുള്ളത്. രണ്ടെണ്ണത്തിന് വലുത് ഏതാണ്? നല്ലളാണ് കേട്ടോ. ഇനി ചീമേനി എന്ന് പറയുന്ന ഒരു താപവൈദ്യുത നിലയുണ്ട്. ചീമേനിയുടെ പ്രത്യേകത അവിടെ ഉപയോഗിക്കുന്നത് പ്രകൃതി വാതകമാണ്. എന്താണ്? നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പോ കാസർഗോഡാണ് കേട്ടോ ചീമേനി. അപ്പൊ താപവൈദ്യുത നിലയങ്ങൾ ഓർത്തു നോക്കൂ: കായംകുളം, ബ്രഹ്മപുരം, നല്ലളം, ചീമേനി. കായംകുളത്ത് നാഫ്ത, ബ്രഹ്മപുരത്ത് ഡീസൽ, നല്ലളത്തും ഡീസൽ, ചീമേനിയിലെ പ്രകൃതിവാതകം. ഇനി നെക്സ്റ്റ് വൺ, കേരളത്തിലെ ടൈഡൽ പവർ പ്രോജക്ട്. ഇന്ത്യയിലെ തന്നെ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പദ്ധതിയുടെ പേരാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള വിഴിഞ്ഞം കേട്ടോ. ഇന്ത്യയിലെ തന്നെ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ പദ്ധതിയാണ് വിഴിഞ്ഞം. വളരെ പ്രധാനം, പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്തത്, കേരളത്തിലെ സോളാർ പവർ പ്രോജക്റ്റ് എവിടെ കാണപ്പെടുന്നു? അതായത് എന്താ പറയാ, സോളാറിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോജക്റ്റ് കഞ്ചിക്കോടാണ് കാണപ്പെടുന്നത്. എവിടെയാണ്? കഞ്ചിക്കോടാണ്. കേരളത്തിലെ പൂർണ്ണമായും സോളാർ എനർജി ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത്. ഇനി വിൻഡ് എനർജി കൂടെ നമുക്ക് പഠിക്കണം. വിൻഡ് എനർജി കേരളത്തിൽ 4 സ്ഥലങ്ങളിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി, രാമക്കൽമേട്. കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി, രാമക്കൽമേട്. ഇനി കഞ്ചിക്കോട്, ഇതിൽ ഏറ്റവും വലിയ വിൻഡ് എനർജി പ്രോജക്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? കഞ്ചിക്കോട് പറയും. ഈ കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി ഇത് മൂന്നും എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. മൂന്നും എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഇനി ഈ രാമക്കൽമേടിന്റെ പ്രത്യേകത, രാമക്കൽമേട് ഇടുക്കി ജില്ലയിലാണ്. അടുത്ത പ്രത്യേകത എന്താണെന്നറിയോ? സ്വകാര്യ വിൻഡ് എനർജി, പ്രൈവറ്റ് വിൻഡ് എനർജി പ്രോജക്റ്റ് ആണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമക്കൽമേട് എന്ന് പറഞ്ഞു. അപ്പൊ കേരളത്തിലെ വിൻഡ് എനർജി പ്രോജക്റ്റുകള് കഞ്ചിക്കോട്, അട്ടപ്പാടി, അഗളി മൂന്നും എവിടെ? പാലക്കാട്. രാമക്കൽമേട് എവിടെ? ഇടുക്കി ജില്ല. അത് എന്താണ്? പ്രൈവറ്റ് ആണ് കേട്ടോ. പ്രൈവറ്റ് വിൻഡ് എനർജി പ്രോജക്റ്റ് ആണ്. പിന്നെ നമ്മൾ കേരളത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ജലവൈദ്യുത പദ്ധതികള്,
താപവൈദ്യുത പദ്ധതികൾ, കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വൈദ്യുത ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മുഴുവൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. കേൾക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ബുക്കും കൂടി നിങ്ങൾ കയ്യിൽ വെക്കുക. ഓരോ പോയിന്റുകളും നിങ്ങൾ എഴുതി വെക്കുക. വളരെ പ്രധാനമാണ്. പിന്നെയും കേട്ടും അല്ലെങ്കിൽ വായിച്ചും പഠിക്കുക കേട്ടോ. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇഷ്ടമായി എങ്കിൽ എനിക്കത് അറിയണമല്ലോ. അതിനുവേണ്ടി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്. കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി വളരെ നല്ലൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ.